ചൈനേ നമുക്ക് ക്ലാസ്സിന് പോവാം. എക്സാമാണ്. ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല. എന്നാലും നോക്കാം നമുക്ക്. ക്ലാസ്സാവില്ലേ? ആ ക്ലാസ്സിലെത്തപ്പോൾ എല്ലാവരും സീരിയസ്. എല്ലാവരും നന്നായി പഠിച്ചണേ. എന്താ ചെയ്യുക, അവസാനത്തെ എക്സാം ആയി പോയി. ഒന്നും നോക്കിയില്ല, എല്ലാവരും നന്നായി പഠിച്ചിട്ടാണ് വന്നത്. എല്ലാവർക്കും ചെറിയ ടെൻഷനും ഉണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എക്സാം കൂടെ തുടങ്ങി. എക്സാം തുടങ്ങി. എക്സാം കഴിഞ്ഞു. കണ്ടോ, ഒരു 15 വെച്ചിട്ട് ആവശ്യമുള്ളൂ. 15 വെച്ചോടെ എക്സാം കൊണ്ട് തീർന്നത്. പിന്നെ എല്ലാവരും വെറുതെ ഇരിക്കലായി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അതിൻ്റെ ആസിത അങ്ങോട്ട് ഇറങ്ങി പോണേ. പാവം എക്സാം എഴുതിയിട്ട് മൂത്രയ്ക്കാൻ പോവാൻ. അപ്പോഴും അസ്ലമിൻ്റെ എക്സാം കഴിഞ്ഞില്ല. പാവം. ആ എക്സാം കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പറഞ്ഞ് മന്തി വയ്ക്കാൻ പോകുന്നു. പിന്നെ എല്ലാத்தைയും വിളിച്ചു കൂട്ടി മന്തി വയ്ക്കാൻ പോയണം. ഇത്രയും ആൾക്കാരുണ്ട്, എന്താ ചെയ്യാ. അതെ, ഇത്രയും പെൺകുട്ടികൾ ഞങ്ങളുടെ ആൺകുട്ടികൾ മാത്രം. ബാക്കിയൊക്കെ ബൈക്കിനായി. കുറച്ച് നേരം നടന്ന് പിന്നെ ബൈക്ക് എത്തി. പിന്നെ ബൈക്കിനായി പോക്ക്. അങ്ങനെ നടക്കാൻ ചൊല്ലി. എന്തൊരു വെയിലത്. അങ്ങനെ നെഹത്തെത്തി. ഹോട്ടലെത്തിയിട്ടും ചെങ്ങായി പഠിക്കാനുള്ള സാധനം ഉണ്ടാക്കാൻ എന്താ ചെയ്യുക. ഓനെന്തോ പ്രസൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഇനി പിപ്പിടി കുത്തിന്ന് ഉണ്ടാക്കാം. പാവം എല്ലാം പിന്നെ വിശന്നിരിക്കട്ടോ. എല്ലാ എക്സാം കഴിഞ്ഞാൽ ക്ഷീണത്തിലാണ്. എന്താ ചെയ്യുക. അതിൻ്റെ ഇടയിൽ അജോതിൻ്റെ മയണൈസ് കൊണ്ടൊരു കലാവിരുത്. എന്താ ചെയ്യുക, മയണൈസിലും കലയോ കാണുന്ന. അത് കണ്ട് ഇൻസ്പയർ ആയി പിന്നെ നിത്യം തുടങ്ങി. എന്താ ചെയ്യുക, അജുവിൻ്റെ ഓരോ കാര്യങ്ങൾ ഒരാളുണ്ട് ഇൻസ്പയർ ഒക്കെ ചെയ്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡ് എത്തിയത് പറയുമ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. കണ്ടു, എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. അത്ര ഫാസ്റ്റ് ആയിരുന്നു. വിശന്നിട്ടേ ഒക്കെ തിന്നു കഴിഞ്ഞു. 3 റുപ്യ കണ്ടോ, 3000 റുപ്യ ബില്ല്. ഈ കണ്ട ആൾക്കാർ വെച്ചിട്ട് 3000 അതിൻ്റെ ഇടയിൽ പാവം തസ്ലിൻ്റെ ക്യൂട്ട്നെസ്. എന്താ ചെയ്യുക, ഇപ്പോൾ ക്യൂട്ട് കുട്ടി ആ പോണ്. ബില്ല് കൊടുക്കുമാവും. ഞാൻ ബില്ല് കൊടുക്കാന്ന് പോയത്. പാവം പൈസ ഇല്ല കൊണ്ട്. അപ്പോൾ ഇന്നതൊക്കെ ഉള്ളൂ. അപ്പോൾ നാളെ കാണാം. അപ്പോൾ ശരി, എന്നാൽ ടാറ്റ ബൈ ബൈ, സി യു.